ഇതാണ് ഞങ്ങളുടെ ക്ലാസ് റൂം. മൊയ്തു മാഷ് അവിടെ ശ്രീനിവാസ രാമാനുജനെ സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിവിടെ മഹാഭാരത യുദ്ധത്തിന്റെ ക്ലൈമാക്സിലാണ്. ഏയ് അവിടെ എന്താ? പഠിക്കുകയല്ല, പഠിക്കുന്നവരെ പഠിപ്പിക്കുകയില്ല. അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. രക്ഷല്ലേ എന്ന് കണ്ടപ്പോൾ മൊയ്തു മാഷിന് 18ാമത്തെ അടവെടുക്കേണ്ടി വന്നു. കമോൺ, ഇതൊന്ന് എഴുത് കാണട്ടെ. ഉഡായിപ്പിന്റെ ഉസ്താദ് അതാണ് അസ്രു, അത് മാത്രമാണ് അസ്രു. അതിനപ്പുറത്തേക്കൊക്കെ അവൻ എന്താ പറയാ. യു സ്റ്റാൻഡ് അപ്പ്. കം. ഇത് ഫിറോസ്, പേര് കേട്ടാൽ അറിഞ്ഞൂടെ, ആളൊരു അസൽ പഠിപ്പിച്ച. ചിരിക്കലടോ, ഭാവിയിൽ IAS. ഞങ്ങളുടെയൊക്കെ ആവേശം കണ്ടാൽ തോന്നും വീഗാലാൻഡിക്ക് ടൂർ പോകുന്നതാണ്. സംഗതി ഫൈനൽ എക്സാം ഒക്കെ ആണെങ്കിലും അതിനൊന്നും ഒരു അഹങ്കാരം ഞങ്ങൾക്കാർക്കില്ല. സത്യം പറഞ്ഞ ഈ അച്ചടക്കാണ് ഞങ്ങളുടെ ക്ലാസ്സിന്റെ മുഖമുദ്ര. എന്നാലും നമ്മളെ ഫിറോസിന് ഇതൊരു സിവിൽ സർവീസിന്റെ എൻട്രൻസ് എക്സാം പോലെ. ഇത് മൂസിൻ കൂട്ടത്തിലെ മൊഞ്ചത്തല്ലിയാണ്. തൊള്ളയിൽ വരലിട്ടാലും കൂടി കടിക്കൂല. ആന്ന് എന്തോ ഇവിടെ പരിപാടി എന്തോ നാടേ. താങ്ക് യു. ഇവ മുത്തലിബ് MSQ എന്ന് വിളിക്കണാണ് ഓന് വലിയ കാര്യം. അതെന്ത് കുന്താണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഫേസ്ബുക്കിലൊക്കെ എങ്ങനെയാണ്? ബേസിക്കലി ആളൊരു കോഴിയാണെങ്കിലും ഓ നമ്മുടെയൊക്കെ മുത്തലിബാണ്. സർ പേപ്പർ, സർ പേപ്പർ, 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 സർ പേപ്പർ, പേപ്പർ, പേപ്പർ. Sir, paper, paper, paper. Sir, paper, paper, paper. Sir, paper, paper, paper. Paper, paper. Paper, paper. മുക്താർ. ബോസിന് ഇത്തിരി വിശപ്പൻ രസമുണ്ട്. ഇത്തിരി ഒന്നല്ല, കുറച്ച് കൂടുതൽ തന്നെ. വേറെ ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ തിന്നാനൊന്നും കിട്ടിയില്ലെങ്കിൽ അടുത്തിരിക്കണവനെ പിടിച്ചോണ്ട് തിന്നാളും. അജാതി ഐറ്റാ. ഈ മുടിയന്മാരെ കണ്ടിട്ട് എന്തൊക്കെ ഒരു കുരുത്തക്കേട് തോന്നില്ലേ നിങ്ങൾക്ക്? എന്നാൽ അതേ കുരുത്തക്കേട് നമ്മളെ നിഷാദ് സാറിനും തോന്നിയിട്ടുണ്ട്. എന്താ സാറേ? തുട്ടെടുക്കടാ, തുട്ടെടുക്ക. എടുക്കും. സാറ് ഞാൻ മാത്രമല്ല ഇവനുണ്ട്. ആഹാ, നീയുണ്ട്. എനിക്കടാ മുടി വളർത്തിയത് നീയൊക്കെ തുട്ടൊടിപ്പിക്കാനാണല്ലടാ. തുട്ടൊടിപ്പിക്കാനാ ഒരു പ്രത്യേക അറിയിപ്പ്.
ഒരു മൈക്കിൻ്റെ ചാവി വീണ് കിട്ടിയിട്ടുണ്ട്. നഷ്ടപ്പെട്ടവർ ബൈക്ക് പോയിന്റുമായി ബന്ധപ്പെടേണ്ടതാണ്. യക്ഷഗാനത്തിന് പങ്കെടുക്കേണ്ട ഉൽപ്പലാക്ഷൻ BA മലയാളം 3ാം വർഷം ഉടൻ തന്നെ ചെസ് നമ്പർ കൈപ്പറ്റേണ്ടതാണ്. യക്ഷഗാനത്തിന് പങ്കെടുക്കേണ്ട ഉൽപ്പലാക്ഷൻ BA മലയാളം 3ാം വർഷം ചെസ് നമ്പർ കൈപ്പറ്റേണ്ടതാണ്. സോറി, നിങ്ങളൊക്കെ കരുതുന്ന പോലെ ഒരു അടിപൊളി ഗാനം പാടാൻ വേണ്ടിയിട്ടല്ല ഞാനിന്ന് ഈ വേദി കയറിയത്. നിങ്ങൾക്കൊക്കെ അറിയാലോ, എല്ലാ കോളേജിലേക്കും ഇവിടെ കളറാക്കിയിരുന്നത് ഞാൻ മാത്രമായിരുന്നില്ല. കൂടെ എൻ്റെ ചങ്ങായി അബ്രാറും കൂടി ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇന്ന് അവൻ നമ്മോടൊപ്പമില്ല. പകരം അവൻ്റെ ഓർമ്മകൾ മാത്രമേ ഇന്നുള്ളൂ. ആ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ഈ ഗാനം സമർപ്പിക്കുന്നു. ചങ്ങായ നമ്മളെ ചങ്ങായി മുണ്ടാണ്ട് എങ്ങോ നീ പോയി, എന്നാലും എന്നോട് ചങ്ങായി ഈ ജിന്നോട് ചെയ്തത് ചതിയായി. ചങ്ങായ നമ്മളെ ചങ്ങായി മുണ്ടാണ്ട് എന്നാലും എന്നോട് ചങ്ങായി ഈ ജിന്നോട് ചെയ്തത് ചതിയായി. You are my inspiring soul. You are energy of my soul. You are the reason of this mind. You are my friendship and my life. എൻ്റെ ഖൽബിൻ കിതാബിൻ നടുപ്പേ ജന്ന കീറിപ്പോയി. അന്ന് നീ എനിക്കേകിയ ഹുപ്പെൻ്റെ ഉള്ളിൽ ബാക്കിയായി. എൻ്റെ ഖൽബിൻ കിതാബിൻ നടുപ്പേ ജന്ന കീറിപ്പോയി. അന്ന് നീ എനിക്കേകിയ ഹുപ്പെൻ്റെ ഉള്ളിൽ ബാക്കിയായി.
എന്നുള്ളം നേറിപ്പോയി ചന്ദ്രായനം മലച്ചെങ്ങായി മുണ്ടാവേണ്ടി എങ്ങോ നീ പോയി എന്നാലും എന്നോട് ചങ്ങായി ജിന്നോട് ചെയ്തത് ചതിയായി കണ്ണിൽ നിന്നും മറയാത്ത നിന്നുടെ ചിത്രം ഓർമ്മയിൽ ബാക്കി മണ്ണിനുള്ളിൽ മയങ്ങുന്ന നിന്നുടെ വേർപാടും നെഞ്ചിലൊതുക്കി കണ്ണിൽ നിന്നും മറയാത്ത നിന്നുടെ ചിത്രം ഓർമ്മയിൽ ബാക്കി മണ്ണിനുള്ളിൽ മയങ്ങുന്ന നിന്നുടെ വേർപാടും നെഞ്ചിലൊതുക്കി എൻ റൂഹിൽ തീക്കനലാക്കി മാറുന്ന ലോകത്തിനൂളത്തിൽ മായാതെ നിന്നെ ഞാൻ ഓർക്കുന്നു നീറുന്ന നെഞ്ചിലെ നോവെല്ലാം ഈണങ്ങളാക്കി ഞാൻ പാടുന്നു എൻ്റെ റൂഹിൽ വരച്ചുള്ള ചിത്രം നിന്റെ പൂമുഖം മാത്രം എന്നും ഉള്ളിൽ നിലയ്ക്കാതെ നിൽപ്പൂ കൽബേ നിൻ സ്വരം മാത്രം എൻ്റെ റൂഹിൽ വരച്ചുള്ള ചിത്രം നിന്റെ പൂമുഖം മാത്രം എന്നും ഉള്ളിൽ നിലയ്ക്കാതെ നിൽപ്പൂ കൽബേ നിൻ സ്വരം മാത്രം നനയുന്നെന്നുടെ നേത്രം മേലെ സുവർഗത്തിൽ നീ പോയി ഞാനോ ഈ മണ്ണിൽ തനിച്ചായി മഞ്ഞായി നേർത്തൊരു മഴയായി മണ്ണിൽ വരാമോ ചെങ്ങായി മേലെ സുവർഗത്തിൽ നീ പോയി ഞാനോ ഈ മണ്ണിൽ തനിച്ചായി മഞ്ഞായി നേർത്തൊരു മഴയായി മണ്ണിൽ വരാമോ ചെങ്ങായി ഇന്നെൻ്റെ പിറന്നാളും കൂടിയായിട്ടാണ് എനിക്കിത്ര സങ്കടം മറക്കാൻ പറ്റണില്ല. ഹായ് ഹാപ്പി ബർത്ത്ഡേ. സോറി, ഈ പിറന്നാൾ എനിക്ക് അത്ര ഹാപ്പിയല്ല. ഇതൊന്ന് വാങ്ങിക്കടോ. ഈ അവസ്ഥയിൽ എനിക്കിത് വേണ്ട. തനിക്കിത് എന്തായാലും ഇഷ്ടാകും. അവനില്ലാത്ത എൻ്റെ ആദ്യത്തെ പിറന്നാളാണ്. അതുകൊണ്ട് ഈ പിറന്നാളിന് ഞാൻ ആരുടെയും ഗിഫ്റ്റ് വാങ്ങുന്നില്ല. അത് വാങ്ങിക്കടോ. അത് മേടിക്കടാ, അവൾ പൊക്കോട്ടെ. ഇതവനൊന്ന് പോകുമ്പോ വരച്ചതാണ്.
ചില സൗഹൃദങ്ങൾ അങ്ങനെയാണ്. കണ്ണിൽ നിന്നകന്നാലും ഓർമ്മകളിൽ അവൻ നമ്മോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും.